ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനു അഞ്ജലിയുടെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള പ്രശ്നം എന്തിനാണ് വീട്ടുകാരെ അറിയിക്കുന്നതെന്ന് ചോദിച്ച് അഞ്ജലി പറഞ്ഞു, ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, വിഷമിച്ചിരിക്കുന്ന കണ്ട് അവരെന്നോട് പലതും ചോദിച്ചെങ്കിലും ഞാനൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല എന്ന്. പിന്നെയും മനു അഞ്ജലിയോട് കുറേ ദേഷ്യപ്പെടുന്നുണ്ട്. അവർക്ക് ശരിക്കും സങ്കടമാവും. മനുവിൻ്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിൻ്റെ കാരണം എന്താണെന്ന് അഞ്ജലിക്ക് ഒട്ടും മനസ്സിലാവില്ല. മനുവും കിച്ചുവും ജനിച്ച ഹോസ്പിറ്റലിൽ സൂര്യ പോകുന്നുണ്ട്. അവിടുത്തെ റെക്കോർഡ്സ് എല്ലാം പരിശോധിച്ച് അവർക്ക് പൈസ കൊടുത്ത് അവന് വേണ്ട ഡീറ്റെയിൽസിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തുകൊണ്ട് അവൻ്റെ പരിചയക്കാരനായ പിള്ളേച്ചൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് സൂര്യ പറയുന്നുണ്ട്, അവർ രണ്ടുപേരും ജനിച്ചത് ഒരേ ദിവസം 10 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ തന്നെയാണ്. അന്നേരം അവിടെ ചിത്രയമ്മയും ദേവിയമ്മയും ഒരു നേഴ്സും ഡോക്ടറും മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ആ ഡോക്ടർ ഇപ്പം ജീവനോടെ ഇരിപ്പില്ല. ആ സിസ്റ്റർ ഒരു ആശ്രമത്തിലുണ്ട്. പുള്ളിക്കാരി ചെന്ന് കണ്ട കാര്യങ്ങളെല്ലാം അറിയാമെന്ന് പിള്ളേച്ചൻ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നീ ചെന്ന് കാണ്, പക്ഷേ നിൻ്റെ ഐഡൻറ്റിറ്റി നീ വെളിപ്പെടുത്തണ്ട, നീ എങ്ങനെ അവിടെ പോയി സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. മൈഥിലി കറക്കെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുറേ സാധനങ്ങൾ അവൾ വാങ്ങിച്ചിട്ടുണ്ട് സൗന്ദര്യം കൂട്ടാൻ വേണ്ടി. അവൾ യാമിനിയോട് പറയും, അമ്മയെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടിരുന്നു, നമ്മളുടെ തീരുമാനം ശരിയാണെന്ന് അമ്മയും പറയുന്നത്. എങ്ങനെയും മനുവിനെ വശത്താക്കണമെന്ന്. അതിനുവേണ്ടി പല പ്ലാനും മൈഥിലിയും യാമിനിയും കൂടി ചേർന്ന് ചെയ്യുന്നുണ്ട്. ആ ഹോസ്പിറ്റലിലുണ്ടായിരുന്ന നഴ്സിൻ്റെ പേര് സുശീല എന്നാണ്. സുശീലാമ്മയെ കാണാൻ സൂര്യ അവർ താമസിക്കുന്ന സ്ഥലത്തെത്തും. മനു ആണെന്ന് പറഞ്ഞാണ് സുശീലാമ്മയെ സൂര്യ പരിചയപ്പെടുന്നത്. 28 വർഷം മുന്നേ മേരിമാത ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങൾ സൂര്യ ഓരോന്നും അവരോട് പറയുന്നുണ്ട്. എല്ലാം കേൾക്കുമ്പോൾ അവർക്ക് ചെറിയ പേടിയാവും. ചിത്ര, ദേവി എന്ന് പറയുന്ന 2 പേര് പ്രഗ്നൻ്റ് ആയിട്ടിരുന്നതും 10 മിനിറ്റിന് വ്യത്യാസത്തിൽ അവർക്ക് കുട്ടികൾ ജനിച്ചതും, ദേവിയമ്മയ്ക്ക് 2 ആൺകുട്ടികളും അതിലൊരാൾ മരിച്ചു പോയതും, ചിത്രയ്ക്ക് ഒരാൺകുട്ടിയും ജനിച്ചതൊക്കെ. സൂര്യ ആണെങ്കിൽ അവനറിയുന്ന ഓരോ കാര്യങ്ങളും പറയുമ്പം സുശീലാമ്മയുടെ മുഖമൊക്കെ അങ്ങ് വിളറിപ്പോകുന്നുണ്ട്. ഒരു പേടിയോടെ അവർ ചോദിക്കുന്നുണ്ട്, പക്ഷേ എന്നെ കാണാൻ എന്തിനാ ഇപ്പം നിങ്ങൾ വന്നേന്ന്. സൂര്യ പറയും, എൻ്റെ അച്ഛൻ വേണുഗോപാൽ പറയുക ഞാൻ അദ്ദേഹത്തിൻ്റെ മകനല്ല എന്ന്. സ്വത്ത് ഭാഗം വെക്കുന്ന സാഹചര്യം വന്നപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ആരുമല്ല എന്നും പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. സ്വത്തുക്കളെല്ലാം പ്രഭേച്ചിക്ക് കൊടുത്തു. പക്ഷേ എനിക്കതിൽ യാതൊരു പരാതിയില്ല. ഞാൻ അനാഥനാണോ അല്ലയോ എന്ന് എനിക്കറിയണം. ഇതിനൊന്നും മറുപടി പറയാതെ സുശീലമ്മ പോകാൻ തുടങ്ങുമ്പോൾ സൂര്യ പറയുന്നുണ്ട്, സത്യം അറിയാതെ ഞാൻ എവിടെയും പോവില്ലെന്ന്. സൂര്യയുടെ ഓരോ വർത്തമാനവും കേൾക്കുമ്പോഴത്തേക്ക് സുശീലാമ്മയ്ക്ക് സത്യം പറയാൻ വേണ്ടി തന്നെ തോന്നും. അങ്ങനെ അവർ പറയുന്നുണ്ട്, നീ കരയണ്ട, നീ അനാഥനൊന്നും അല്ല, പക്ഷെ നിൻ്റെ അച്ഛൻ വേണുഗോപാലല്ല, ശങ്കര പൊതുവാളാ, ശ്രീദേവിയുടെ ഭർത്താവ് ശങ്കര പൊതുവാള്. കാര്യങ്ങളെല്ലാം സൂര്യ ചിന്തിച്ചിരുന്ന പോലെ തന്നെയാണ്. എന്നാലും എല്ലാം വിശദമായിട്ട് തന്നെ അവൻ അറിയണമായിരുന്നു. അതുകൊണ്ട് സുശീലാമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം അവൻ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. അങ്ങനെ സുശീലാമ്മ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ദേവിയമ്മ പ്രസവിച്ച സമയത്ത് 2 ആൺകുട്ടികളും ചിത്രയ്ക്കാണെങ്കിൽ ഒരാൺകുട്ടിയും. പക്ഷെ ആൺകുട്ടി മരിച്ചു പോയായിരുന്നു. വേണുഗോപാലിൻ്റെ നിർബന്ധപ്രകാരമാണ് ആ ഇരട്ടക്കുട്ടികളിൽ ഒരാളെ ചിത്രയുടെ കുഞ്ഞുമായിട്ട് മാറ്റി കിടത്തിയത്. അതിന് ഒരുപാട് ക്യാഷ് ഈ നേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പ്രസവം എടുത്ത ഉടനെ തന്നെ പള്ളിയിൽ പോകേണ്ടതുകൊണ്ട് ഡോക്ടർ പോയിരുന്നു. അപ്പം നേഴ്സ് മാത്രമേ അവിടെ ഉള്ളായിരുന്നു. അന്ന് അവർ ഒരുപാട് കടത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് വേണു നീട്ടുന്ന പണം അവർക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് കുഞ്ഞിനെ അവർ മാറ്റി കിടത്തിയത്. കുഞ്ഞ് മരിച്ചുപോയെന്ന് അറിഞ്ഞാൽ ചിത്രയ്ക്ക് അത് താങ്ങാൻ പറ്റില്ലെന്നും ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുമെന്നും പറഞ്ഞുകൊണ്ടാണ് ആ നേഴ്സ് അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ ആ കൊച്ചിനെ അവർ പൊന്നുപോലെ നോക്കിക്കോളാം, ഒന്നിനും ഒരു കുറവ് വരുത്തില്ല എന്നൊക്കെ വേണു വാക്ക് കൊടുത്തിരുന്നു. സൂര്യ ചോദിക്കുന്നുണ്ട്, എത്രയൊക്കെയാണേലും അങ്ങനെ മാറ്റി കിടത്താൻ പാടുണ്ടായിരുന്നു എന്ന്. അവർ പറയും, പാടില്ലായിരുന്നു, അതിൻ്റെ ശിക്ഷ ഞാനിപ്പോൾ അനുഭവിക്കുന്നുമുണ്ട്. എനിക്ക് എൻ്റെ മക്കളും ബന്ധുക്കാരും ഒന്നും എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ ആശ്രമത്തിൽ വന്ന് കഴിയേണ്ടി വന്നത്. ഞങ്ങൾ 3 പേരും അല്ലാതെ വേറെ ആരും ഇത് അറിയില്ല എന്ന് വേണു സാർ അന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു. സൂര്യ ചോദിക്കും, 3 പേരോ? അതിന് ചിത്രാമ്മയ്ക്ക് അറിയില്ലായിരുന്നെന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെയാ 3 പേര്? അവർ പറയും, ഞാനും വേണുസാറും പിന്നെ വേണുസാറിൻ്റെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, ശേഖരൻ, അദ്ദേഹമായിരുന്നു. അത് കേൾക്കുമ്പോൾ സൂര്യയ്ക്കൊരു ഞെട്ടലുണ്ടാവും. ഒരു സംശയമുണ്ട്, ഈ ശേഖരൻ സൂര്യയുടെ അച്ഛനാണോ എന്നുള്ളത്. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഈ ശേഖരനെ പിന്നെ സുശീലാമ്മ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും, എന്നെ അന്നേരം തന്നെ നാട് കടത്തിയിരുന്നു വേണുസാറ്. പിന്നെ എൻ്റെ നാട്ടിലേക്ക് ഇടയ്ക്ക് ഓട്ടത്തിനൊക്കെ വരുമ്പം ശേഖരൻ എൻ്റെ വീട്ടിലേക്കും വരാറുണ്ട്. ഒന്നും കഴിക്കാനൊന്നും നിൽക്കില്ല, പക്ഷെ പലതും കൊണ്ട് തരുമായിരുന്നു. വേണുസാറ് കൊടുത്തുവിട്ട കാശൊക്കെ എനിക്ക് തന്നിരുന്നത് ശേഖരനായിരുന്നു. അവസാനമായിട്ട് ശേഖരൻ എന്നെ വന്ന് കണ്ടിട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ശേഖരൻ മരിച്ചു എന്ന്. പക്ഷേ അതൊരു ആക്സിഡൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ അങ്ങനെയെന്ന് സൂര്യ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അവസാനമായിട്ട് എന്നെ കാണാൻ വന്നപ്പം ശേഖരൻ പറഞ്ഞിരുന്നു വേണുസാറുമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് വാക്കുതർക്കങ്ങളുണ്ടായെന്ന്. ലാസ്റ്റ് ശേഖരൻ സത്യങ്ങൾ എല്ലാവരും അറിയിക്കുമെന്ന് പറഞ്ഞപ്പം വേണുസാറ് പറഞ്ഞു, അങ്ങനെ ഉണ്ടായാൽ നീ പിന്നെ ജീവനോടെ കാണില്ലെന്ന്.
അന്ന് ശേഖരൻ വളരെ പേടിയോടെ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ഈ മരണവാർത്തയും കൂടെ കേട്ടപ്പം എനിക്കിപ്പോഴും അറിയില്ല സത്യം എന്താന്ന്. എന്നാലും എനിക്ക് തോന്നുന്നു അത് ശരിക്കുമുള്ള മരണമല്ല, ശേഖരനെ മനഃപൂർവ്വം ഇല്ലാതാക്കിയതാന്ന്. ഇതെല്ലാം സൂര്യ ഒരു ഞെട്ടലോടെ തന്നെയാണ് കേൾക്കുന്നത്. സിസ്റ്റർ പറയുന്നുണ്ട്, പക്ഷെ ഇപ്പം വേണു സാറ് മോനെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പം എല്ലാം സത്യമാണെന്ന് തന്നെ തോന്നിപ്പോവുക. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. സൂര്യയുടെ അച്ഛൻ്റെ പേര് ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പണ്ട് ഫ്ലാഷ് ബാക്ക് കാണിച്ചതനുസരിച്ച് സൂര്യയുടെ അച്ഛൻ മരിച്ചത് മനുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എന്തോ ആയിരുന്നു. അങ്ങനെയാണ് സൂര്യയുടെ എല്ലാ ഉത്തരവാദിത്വവും മനുവിൻ്റെ വീട്ടുകാർ ഏറ്റെടുക്കുന്നത്. അതിൻ്റെ പിന്നിലെ ശരിക്കുമുള്ള കഥ എന്താണെന്ന് വരുന്ന എപ്പിസോഡുകളിൽ അറിയാം.